നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾസുകളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണോ? ഫോക്കസ് ചെയ്യണമെങ്കിൽ ലെറ്റ് ഗോ ചെയ്യാൻ നമ്മൾ പഠിക്കണം. അപ്പോൾ ചോദിക്കും, എന്താ ഈ ലെറ്റ് ഗോ? ലെറ്റ് ഗോ എന്ന് വെച്ചാൽ വിട്ട് കളയുക. ഓരോ ആൾക്കാർക്കും തോന്നാറുണ്ട്, എൻ്റെ ലൈഫ് എന്താ ഇങ്ങനെ, എൻ്റെ ലൈഫിൽ ഇനി എനിക്കൊന്നും ചെയ്യാനില്ലല്ലോ, എൻ്റെ ലൈഫ് മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയേ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തിട്ടുണ്ടോ? വിട്ട് കളഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ചോദിക്കും, എന്തൊക്കെയായി വിട്ട് കളയാനുള്ളത് അല്ലേ? നമുക്ക് പണ്ടുണ്ടായിട്ടുള്ള ഇമോഷണൽ ഹേർട്സ്, പെയിൻ, നമ്മളെ ആരെങ്കിലുമൊക്കെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പോഴത്തെ നമ്മുടെ ഗോൾസുകളിലും നമ്മുടെ ലൈഫിലുള്ള നല്ല കാര്യങ്ങളിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കാൻ പറ്റില്ല. അതുപോലെ രണ്ടാമത്തേതെന്ന് പറയുന്നത് സാഡ്നെസ്. ആരെങ്കിലുമൊക്കെ നമ്മളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷമം നമ്മളിങ്ങനെ നമ്മുടെ ഉള്ളിൽ ഹോൾഡ് ചെയ്ത് വെക്കുകയാണ് അല്ലേ? ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുക? അത് നമുക്കിങ്ങനെ ഓരോ സിറ്റുവേഷൻസ്, പ്രസൻറ്റ് സിറ്റുവേഷൻ വരുമ്പോൾ അതിങ്ങനെ ട്രിഗർ ചെയ്ത് വരും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗിൽട്ട് എന്ന് വെച്ചാൽ കുറ്റബോധം. അയ്യോ, ഞാനങ്ങനെ ചെയ്തു പോയല്ലോ, അതുകൊണ്ട് ഞാൻ എന്താ ഇങ്ങനെ ചെയ്തു പോയേ എന്നൊക്കെയുള്ള ആ ഒരു കുറ്റബോധം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾക്ക് കൂടുതൽ ഫോക്കസ് കിട്ടത്തില്ല. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് റിജക്ഷൻ, അവഗണന. ആരെങ്കിലുമൊക്കെ നമ്മളെ ഒറ്റപ്പെടുത്തുക, അവഗണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ആ ഒരു പെയിൻ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതും വിട്ടുകൊടുക്കേണ്ട കാര്യമാണ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് റിവഞ്ച് എന്ന് വെച്ചാൽ പ്രതികാരം. ആരോടെങ്കിലും അവരെന്നെ ഇങ്ങനെ ചെയ്തല്ലോ, അപ്പം ഞാൻ തിരിച്ചും അവരെ ചെയ്യണം എന്നുള്ള, തിരിച്ചു പ്രതികാരം ചെയ്യണം, റിവഞ്ച് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും. അതൊക്കെ ആ ഫീലിങ്സൊക്കെ നമ്മുടെ ഉള്ളിൽ വെച്ചാൽ നമ്മൾക്ക് കൂടുതൽ ഫോക്കസ് കിട്ടില്ല. നമ്മുടെ ലൈഫ് ഒരു സക്സസ്ഫുൾ ലൈഫായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മളൊരു കനലെടുത്തിട്ട് നമ്മുടെ കൈയുടെ ഉള്ളം കയ്യിൽ വെക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക? നമ്മൾ ഇത് ക്യാരി ചെയ്ത് പോകണം, ഇത് വേറെ ആളോട് മേലേക്കിടാൻ. കാരണം അത്രയും പ്രതികാര മനോഭാവം നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ ഇതെന്താ സംഭവിക്കുക? ഇത് വേറെ ആളുടെ കൈ എറിയാൻ വേണ്ടി നമ്മൾ കൈ പിടിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ആദ്യം ആരാ നശിച്ചു പോകുന്നത്? നമ്മുടെ കൈയല്ലേ പൊള്ളി പോകുന്നത്. നമ്മളങ്ങനെ ചിലപ്പോൾ നശിച്ചു പോവുക തന്നെ ചെയ്യും, ഈ റിവഞ്ച് നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ആങ്കർ, ദേഷ്യം നിൽക്കുമ്പോൾ ശരിക്കും നമ്മളുടെ ഉള്ളിൽ ഒരുപാട് നല്ല സന്തോഷമുള്ള നിമിഷങ്ങളിൽ നമുക്ക് ഒരുപാട് ഹാപ്പി ഹോർമോൺസ് ഫോം ചെയ്യും. അതുപോലെ മോശം സമയത്ത് നമുക്ക് എന്താ ഫോം ചെയ്യുക? ഇതുപോലത്തെ ഹോർമോൺസുകൾ നമ്മുടെ ബോഡിയിൽ ഫോം ചെയ്യും. അപ്പോൾ ആർക്കുണ്ടാവുക? പല ഹെൽത്ത് ഇഷ്യൂസുകളും നമ്മളുടെ ഈ ദേഷ്യം കൊണ്ടും സ്ട്രെസ്സ് കൊണ്ടൊക്കെ നമുക്ക് വരും. അപ്പോൾ മൈൻഡ് നമ്മുടെ ഫ്രീ ആവില്ല. ഈ 6 കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്താൽ നമ്മുടെ ലൈഫ് വളരെ ഹാപ്പി ആയിരിക്കും. നമ്മൾക്കിങ്ങനെ ഒരു അഫർമേഷൻസ് ഉണ്ട്, ഐ ലെറ്റ് ഗോ, ഐ ഫ്ലോ. എന്താ ഐ ലെറ്റ് ഗോ? നമ്മൾ ലെറ്റ് ഗോ ചെയ്താൽ ഫ്ലോ സ്റ്റേറ്റിലേക്ക് മാറാം. നദി പോലെ ഒഴുകാമെന്നാ പറയുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇടയിൽ ബ്ലോക്കായി എന്ന് വിചാരിക്കാം. അപ്പോൾ ആ നദിക്ക് പ്രോപ്പറായി ഒഴുകാൻ പറ്റും. ഈ ബ്ലോക്സുകളാണ് ഈ പറഞ്ഞ 6 ഇമോഷൻസുകൾ. നമ്മുടെ ലൈഫും നദി പോലെ ഒഴുകണമെങ്കിൽ നമ്മൾ എന്ത് തീരുമാനിക്കണം? ഈ ഇമോഷണലി ഇങ്ങനെയുണ്ടായിട്ടുള്ള അനുഭവങ്ങളെല്ലാം നമ്മളത് വിട്ടുകളയണം. സാരില്ല, പോട്ടെ, എനിക്ക് എൻ്റെ ലൈഫിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളതാണ്, ഫോക്കസ് ചെയ്യാനുള്ള, എൻ്റെ ഗോൾസുകൾ എനിക്ക് അച്ചീവ് ചെയ്യാനുള്ളതാണ് എന്ന ഫോക്കസ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങളുടെ ലൈഫ് ഹാപ്പിനെസ്സിലേക്ക് മാറും. അപ്പോൾ ലെറ്റ് ഗോ ചെയ്യണം. ഈ 6 കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യണം. അപ്പോൾ നമുക്ക് ഫ്ലോ സ്റ്റേറ്റിലേക്ക് മാറാം. നദി പോലെ നമ്മൾക്കും ഒഴുകാം. താങ്ക് യു.